വെൽക്കം ബാക്ക് അവർ ചാനൽ. ട്രാൻസിസ്റ്റർ എന്നുള്ള ടോപ്പിക്കിൽ ബയാസിങ് സർക്യൂട്ടുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രാൻസിസ്റ്ററിന് ഉപയോഗിക്കുന്ന ബയാസിങ് സർക്യൂട്ടുകളിൽ നമ്മൾ ബേസ് ബയാസ് റെസിസ്റ്റർ, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ബയാസ് റെസിസ്റ്റർ, ഈ മെത്തേഡുകളൊക്കെ പറഞ്ഞു. ഇനി അതിൽ പറയാനുള്ളത് എമിറ്റർ റെസിസ്റ്റർ ബയാസാണ്. എമിറ്റർ റെസിസ്റ്റർ ബയാസിങ് രീതി. ഈ ഒരു രീതി അനുസരിച്ച് അതിൻ്റെ സർക്യൂട്ട് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. AB ആണ്, രണ്ട് സർക്യൂട്ടുകളുണ്ട്. രണ്ടും ഒരു സർക്യൂട്ട് തന്നെയാണ്. അതിൽ ഒന്ന് ക്ലോസ്ഡ് സർക്യൂട്ടായി കാണിച്ചിരിക്കുന്നു, മറ്റത് എർത്തുകളെല്ലാം സെപ്പറേറ്റ് വേറെ വേറെ വെച്ച് കാണിച്ചിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ രൂപത്തിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഈ സർക്യൂട്ടിൽ ബേസ് റെസിസ്റ്ററിന് ഒപ്പം ബേസ് റെസിസ്റ്റർ ഉണ്ട്, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, എമിറ്ററിലൂടെ സീരീസ് ആയിട്ടൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. മറ്റ് ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ എമിറ്ററിൽ കൂടി എന്ത് വരുന്നുണ്ട്, ഒരു റെസിസ്റ്റർ വരുന്നുണ്ട്. ഇതിന് മുൻപുണ്ടായിരുന്നൊക്കെ ബേസിലോ അല്ലെങ്കിൽ കളറിലോ ആയിരുന്നു എന്തുണ്ടായിരുന്നത്, റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൽ എമിറ്റർ ലോഡിൽ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. RE എന്നുള്ളൊരു റെസിസ്റ്റർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, എമിറ്റർ റെസിസ്റ്റർ ബയാസ് എന്ന് പറയുന്നത്. എമിറ്റർ റെസിസ്റ്റർ ബയാസ്, അവിടെ ഒരു എമിറ്റർ റെസിസ്റ്റർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത്, ഇവിടെ കളക്ടർ കറണ്ടിൽ ഉണ്ടാകുന്ന വർധനവ് നമുക്കറിയാം. ഇൻപുട്ടിൽ വരുന്ന വേരിയേഷൻസ് അനുസരിച്ച് എന്തുണ്ടാവും, ഔട്ട്പുട്ട് കറണ്ട് വർദ്ധിക്കും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംവിധാനമായിട്ടാണ് ഇവിടെ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു റെസിസ്റ്റർ, ഈ ഒരു എമിറ്ററിലുള്ള റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ കളക്ടർ കറണ്ട് കൂടുകയാണെങ്കിൽ, കളക്ടർ കറണ്ട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ ഈ RE എന്നുള്ള റെസിസ്റ്റർ വഴിയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വർദ്ധിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, ബേസ് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താനുള്ള ശ്രമം ഉണ്ടായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് കളക്ടർ കറണ്ട് എങ്ങനെ നിൽക്കും, സ്ഥിരമായിട്ട് നിൽക്കും. അതായത് സർക്യൂട്ട് എപ്പോഴും എങ്ങനെയായിരിക്കും, സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ RE എന്നുള്ള റെസിസ്റ്റർ ഉപയോഗിക്കൊണ്ടുള്ളൊരു ഗുണമാണത്. RE എന്നുള്ള റെസിസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ RE എന്നുള്ള ഈ റെസിസ്റ്ററിനെ സാധാരണ ഈ സർക്യൂട്ടിൽ പറയുന്നത് ഒരു സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് നൽകുന്ന റെസിസ്റ്റർ, എമിറ്റർ സ്റ്റെബിലൈസിങ് റെസിസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ഉപയോഗിക്കുന്നത്, ഈ RE എന്നുള്ള റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. അങ്ങനെ RE എന്നുള്ള റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ടൈപ്പിനാണ് നമ്മളെന്ത് പറയുന്നത്, എമിറ്റർ ബയാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എമിറ്റർ റെസിസ്റ്റർ ബയാസ് എന്ന് പറയുന്നത്. അതിന് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കി നോക്കാം. ഈ സർക്യൂട്ടിൽ ബേസ് റെസിസ്റ്റർ ബയാസിനൊപ്പം എമിറ്റർ ലോഡ് സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ബേസ് ബയാസ് റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, RB എന്നുള്ള റെസിസ്റ്റർ ബേസ് ബയാസ് റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, RE എന്നുള്ള ഒരു എമിറ്റർ ലോഡ് റെസിസ്റ്റർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ, സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് ഫലമായിട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ കളക്ടർ കറണ്ട് വർദ്ധിക്കുന്നു. അപ്പോൾ അവിടെ സംഭവിക്കും, IC വർദ്ധിക്കും, കളക്ടർ കറണ്ട് വർദ്ധിക്കുന്നു. ഈ സമയം എമിറ്റർ റെസിസ്റ്റർ ആയിട്ടുള്ള RE ഉണ്ടാവുന്ന അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടുന്നു. ഈ സമയത്ത് RE ഉണ്ടാവുന്ന എന്ത് ചെയ്യും, ഇതിലൂടെ പ്രവഹിക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. ഈ വോൾട്ടേജ് ഡ്രോപ്പ് കാരണം IB അതിനനുസരിച്ച് കുറയുന്നു. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് ബേസ് കറണ്ട് എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും കുറയും. ഇവിടെ IB കൂടുന്നതുകൊണ്ട് ബേസ് കറണ്ട് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, കുറയും. അതിനാൽ RE എമിറ്റർ സ്റ്റെബിലൈസിങ് റെസിസ്റ്റർ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇവിടെ ബേസ് കുറയുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, ഇവിടെ നേരത്തെ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ കറണ്ട് എന്താവും, കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, RE എമിറ്റർ സ്റ്റെബിലൈസിങ് റെസിസ്റ്റർ എന്ന് പറയുന്നു. ഇവിടെ സ്റ്റെബിലിറ്റി കൂടുതലാണ്, ഈ സർക്യൂട്ടിന് എന്താണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. എന്നാൽ ഇൻപുട്ട് സിഗ്നൽ വരുമ്പോൾ RE വഴിയുള്ള ഗെയിൻ കുറയുന്നു. എന്നാൽ അതിലൊരു ചെറിയൊരു ന്യൂനത എന്ന് പറയാനുള്ളത്, ഇവിടെ ഇൻപുട്ടിൽ നമ്മൾ സിഗ്നൽ കൊടുക്കുമ്പോൾ, ഇവിടെ നമ്മൾ ഈ സിഗ്നൽ ഇവിടെയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ആ സിഗ്നൽ ഇവിടെ സമയത്ത് കൊടുക്കുമ്പോൾ ആ സമയത്ത് RE വഴിയുള്ള ഗെയിനിൽ എന്തുണ്ടാവും, ചെറിയ കുറവ് സംഭവിക്കുമെന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നൊരു സർക്യൂട്ടാണെന്ത്, എമിറ്റർ ബയാസ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എമിറ്റർ ബയാസ് റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ എമിറ്ററിൽ കൂടി എന്ത് കണക്ട് ചെയ്യുന്നു, ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാം. ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ കണക്ട് ചെയ്തിട്ടുള്ള ട്രാൻസിസ്റ്ററാണ്. അതിൻ്റെ ബേസിൽ RB എന്നുള്ള ബേസ് ബയാസ് റെസിസ്റ്റർ ഉണ്ട്. കളക്ടർ ലോഡായിട്ട് RC എന്നുള്ള റെസിസ്റ്റർ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്ത് കണക്ട് ചെയ്യുന്നു, RE എന്നുള്ള ഒരു സ്റ്റെബിലൈസിങ് റെസിസ്റ്റർ, സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടുള്ളൊരു റെസിസ്റ്റർ കൂടി കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണെന്ത്, എമിറ്റർ ബയാസിങ് സർക്യൂട്ട് എന്ന്
പറയുന്നത്. ഇനി ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് സെക്ഷൻ്റെ അതുപോലെ തന്നെ ഔട്ട്പുട്ട് സെക്ഷൻ്റെയും ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് സെക്ഷൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ്, അതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് സെക്ഷൻ വന്നിട്ടുള്ളത് അതിൻ്റെ വി സി സി ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്, വി സി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ ഇ ആർ ഇ മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ബി ഈക്വൽ ടു ഐ ബി. ബേസ് കറണ്ടിൻ്റെ ഇൻപുട്ട് കറണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് പറയുന്നത്. എങ്ങനെയാണ് വരുന്നത്, ഐ ഇ ആർ ഇ മൈനസ് വി ബി ഇ, ഐ ഇ ആർ ഇ മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ബി എന്നുള്ളതാണ് എൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്, ഓൾ ഡിവൈഡഡ് ബൈ ആർ ബി. അപ്പോൾ അതെങ്ങനെയാണ് ഓരോ സ്റ്റെപ്പായിട്ട് വന്നെന്നുള്ളതിൽ കാണിച്ചിട്ടുണ്ട്. വി സി സി ഈക്വൽ ടു എങ്ങനെ വരുന്നത്, ഐ ബി ആർ ബി പ്ലസ് വി സി സി ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് ഐ ഇ ആർ ഇ പ്ലസ് വി ബി ഇ, ആ ഡീറ്റെയിൽസ് ആയിട്ട് വരും. അതിനുശേഷം പിന്നെ വി സി സി ഈക്വൽ ടു എന്ത് പറയും, ഐ ഇ ആർ ഇ, ഐ ഇ ആർ ഇ മൈനസ് വി ബി ഇ. നമ്മൾ ആ വി സി സിനെ അവിടെ വി ബി ഇനെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, വി സി സിന്ന് മൈനസ് ചെയ്യുന്നു. വി സി സി മൈനസ് ഐ ഇ ആർ ഇ മൈനസ് വി ബി ഇ ഈക്വൽ ടു എന്ത് വരുന്നു, ഐ ബി ആർ ബി. ഐ ബി ആർ ബിനെ മാത്രം അവിടെ നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം വി സി സി മൈനസ് ഐ ആർ ബി, അതിന് ഐ ബി മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഐ ബി മീൻസ് ഐ ബി മാത്രമായിട്ട് വരുമ്പോൾ എങ്ങനെ വരുന്നത്, വി സി സി മൈനസ് ഐ ഇ ആർ ഇ മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ബി. അത് ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് അവിടെ ഇൻപുട്ടിലുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനോ, ഔട്ട്പുട്ട് സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഔട്ടിലായിട്ട് വരുന്നത് ഐ ഇ ആർ ഇ വി സി സി, അവിടെ ചെറുതായിട്ട് വിട്ടുപോയിട്ടുണ്ട്, വി സി സി മൈനസ് ഐ ഇ ആർ ഇ മൈനസ് വി സി ഇ, എമിറ്റർ കറണ്ടാണ് പറയുന്നത്, എമിറ്റർ വോൾട്ടേജാണ് പറയുന്നത്, വി സി ഇ ഈക്വൽ ടു ഐ സി ഡിവൈഡഡ് ബൈ ആർ സി എന്നാണ്, ഡിവൈഡഡ് ബൈ ആർ സി എന്ന് ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ വി സി സി ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്, ഐ സി ആർ സി, കളക്ടർ കറണ്ട് ഇൻറ്റു റെസിസ്റ്റർ ലോഡ് പ്ലസ് ഐ ഇ ഇൻറ്റു ആർ ഇ. അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഐ ഇ ഇൻറ്റു ആർ ഇ ആണ്, എമിറ്ററിലുള്ള വോൾട്ടേജ്, എമിറ്റർ കറണ്ടും എമിറ്റർ വോൾട്ടേജും പ്ലസ് വി സി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ടർ കറണ്ട് മാത്രമായിട്ട് ഐ സി മാത്രമായിട്ട് എടുക്കുമ്പോഴുള്ള ഇക്വേഷനാണ് എന്ത് പറയുന്നത്, വി സി സി മൈനസ് ഐ ഇ ആർ ഇ മൈനസ് വി സി ഇ ഡിവൈഡഡ് ബൈ ആർ സി എന്ന് വരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, അതിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ മൂന്നാമത്തെ ബയാസിങ് സർക്യൂട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, എമിറ്റർ റെസിസ്റ്റർ ബയാസ്. എമിറ്ററിലൊരു റെസിസ്റ്റർ കൂടി കണക്ട് ചെയ്തിട്ടുള്ള മെത്തേഡാണെന്ത്, എമിറ്റർ റെസിസ്റ്റർ ബയാസ് എന്ന് പറയുന്നത്. ഇനിയുള്ള അടുത്തൊരു ബയാസിങ് രീതി എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ്. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് നാലാമത്തെ രീതിയാണെന്ത്, ഒരു റെസിസ്റ്ററിലേക്ക് ഒരു ട്രാൻസിസ്റ്ററിലേക്ക് ബയാസിംഗ് നൽകുമ്പോൾ ഉള്ള നാലാമത്തെ രീതിയാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്. വോൾട്ടേജ് ഡിവൈഡർ ബയാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബയാസിംഗ് രീതിയാണത് ഈ പറഞ്ഞ വോൾട്ടേജ് ഡിവൈഡിങ് രീതി എന്ന് പറയുന്നത്. ഇതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്, മറ്റേതിനെ അപേക്ഷിച്ചിട്ട് സ്റ്റെബിലിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ ബയാസിംഗ് രീതിയും വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡിവൈഡിങ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൽ കൊടുക്കുന്ന വി സി സിയെ ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഡിവൈഡിങ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് വി സി സി എന്ന് വരുന്ന വോൾട്ടിനെ നമ്മൾ വി സി സി കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് സപ്ലൈ നേരെ എങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ബേസിലേക്ക് എത്തുന്നത് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ്. പ്ലസ് മൈനസ് സിഗ്നലുകൾ എന്ത് ചെയ്യുന്നു, അത് ഡിവൈഡ് ചെയ്തിട്ടാണ് R1 R2 എന്നുള്ള രണ്ട് റെസിസ്റ്ററുകൾ വഴി അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അത് ഇവിടേക്ക് പോകുന്നത്, ബേസിലേക്ക് ആ സിഗ്നൽ പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേര് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൽ എന്തുണ്ട്, സ്റ്റെബിലൈസേഷൻ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള RE എന്ന് പറയുന്ന റെസിസ്റ്റർ കൂടി അതിൽ ഉപയോഗിക്കുന്നുണ്ട്. എമിറ്റർ സീരീസ് റെസിസ്റ്റർ കൂടി അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് സ്റ്റെബിലൈസേഷന് വേണ്ടിയതാണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ രണ്ട് റെസിസ്റ്ററുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്ന സപ്ലൈയെ ഡിവൈഡ് ചെയ്തിട്ട് ബയാസിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, വോൾട്ടേജ് ഡിവൈഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഈ സർക്യൂട്ട് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അതിൽ R1 R2 രണ്ട് ബയാസിംഗ് റെസിസ്റ്ററുകളാണ്, ബേസ് ബയാസിംഗ് ആയിട്ടുള്ള രണ്ട് റെസിസ്റ്ററുകളാണ്, R1 അതുപോലെ തന്നെ R2. R1 ഡ്രോപ്പ് ആവണത് IB എന്ന് പറയുന്നുണ്ട്,
I2 രണ്ട് കറണ്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം RC എന്ന് പറയുന്നത് കളക്ടർ ലോഡ്, RE എന്ന് പറയുന്നത് എമിറ്റർ ലോഡ്. അതിലൂടെ ഓരോന്നിനും ഉണ്ടാകുന്ന കറണ്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. IB ബേസ് കറണ്ട് IB എന്നുള്ള പോയിന്റിൽ, R2 ഡ്രോപ്പ് I2 എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് IB + I2 ആണ് എന്ത് ചെയ്തത് ഈ VCC ആയിട്ട് മൊത്തമായിട്ട് വരുന്നത്. അതിനെ പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് എന്തായി മാറുന്നു, IB + അതിൻ്റെ കൂടെ തന്നെ I2 എന്നതായിട്ട് ആ കറണ്ട് മാറുന്നു. എമിറ്ററിൽ ഉണ്ടാകുന്ന കറണ്ട് IE, കളക്ടർ ലോഡ് എന്ന് പറയുന്നത് IC. അത്രയും കാര്യങ്ങൾ അവിടെ ആ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കി വയ്ക്കാം. ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ബയാസിംഗ് രീതിയാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഈ സർക്യൂട്ടിൽ R1 R2 റെസിസ്റ്റേഴ്സ് VCCക്ക് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. VCCക്ക് സീരീസ് ആയിട്ട് R1 R2 റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ബേസ് ബയാസിംഗ് നൽകിയിരിക്കുന്നത്. കൂടാതെ സ്റ്റെബിലൈസിംഗ് റെസിസ്റ്റർ RE ഈ ബയാസിംഗ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് കൂടാതെ എന്തുണ്ട്, RE എന്നുള്ള സ്റ്റെബിലൈസിംഗ് റെസിസ്റ്റർ കൂടി ഈ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ബയാസിംഗ് സർക്യൂട്ട്സിനെ അപേക്ഷിച്ച് കൂടിയ സ്റ്റെബിലിറ്റി ഇതിനാണ്. ഇപ്പോൾ നമ്മൾ ഇതിന് മുൻപ് പറഞ്ഞ 3 സർക്യൂട്ടിനേക്കാൾ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളൊരു സർക്യൂട്ട് കൂടിയാണെന്ത് ഈ വോൾട്ടേജ് ഡിവൈഡിങ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള അധികം ബയാസിംഗ് സർക്യൂട്ടുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഇത് തന്നെയാണ്, ഈ പറഞ്ഞ വോൾട്ടേജ് ഡിവൈഡിങ് രീതിയിലുള്ള ബയാസിംഗ് സർക്യൂട്ടാണ്. ആംപ്ലിഫയറുകളൊക്കെ ആയിട്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ അതിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു വോൾട്ടേജ് ഡിവൈഡിങ് ബയാസിംഗ് രീതിയാണ്. അതിന് ഏറ്റവും പ്രധാന കാരണം വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു ബേസിലേക്ക്. അതോടൊപ്പം തന്നെ അതിലെന്തും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്, എമിറ്ററിലൊരു സ്റ്റെബിലൈസിങ് റെസിസ്റ്റർ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കളക്ടർ കറണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്വാഭാവികമായിട്ട് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വളരെ കൂടും. ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള അനുപാതമാണ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ആംപ്ലിഫയറിനെ കുറിച്ച് പറയുമ്പോൾ അതിന് കൂടുതലായിട്ട് ചെറുതായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക്കിൽ പറയാം. ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ ഔട്ട്പുട്ട് സെക്ഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് സെക്ഷൻ VCC എന്ന് പറയുന്നത് എങ്ങനെയാണ്, V1 + V2. അതിലേക്ക് കൊടുക്കുന്ന ആ ഒരു സപ്ലൈ എന്ത് ചെയ്യുന്നു, V1 + V2 എന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുന്നത്. V2 = അപ്പോൾ എന്ത് വരും, VBE + IE/RE. V2 എന്ന് പറയുന്നത്, V1 എന്ന് പറയുന്നത് എന്താണ്, അവിടെ VB ബേസിലുള്ള വോൾട്ടേജും അതുപോലെ തന്നെ എമിറ്ററിലുള്ള വോൾട്ടേജും, അതാണ് VBE എന്ന് പറയുന്നത്, പ്ലസ് IE/RE എമിറ്ററിലുള്ള കറണ്ടും എമിറ്ററിലുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പും IE/RE. അത് I1 ഉം I2 ആയിട്ട് രണ്ടായിട്ട് പിന്നെ എന്ത് VCC നമ്മൾ ഡിവൈഡ് ചെയ്യാം, I1 ഉം I2 ആയിട്ട്. I1നെ VCC R1 / R1 + R2 എന്നുണ്ട്. VCC R1 I1 = VCC R1 / R1 + R2 എന്ന് വരും. I1 മാത്രമായിട്ടാണ് പറയുന്നത്. I1 എന്നുള്ള കറണ്ട് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. I1 അല്ലെങ്കിൽ IB എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ആയിട്ടാണ് പറയുന്നത്. I2 = അപ്പോൾ എന്ത് വരും, VCC R2. R2 ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പും VCC തമ്മിൽ ഇൻറ്റു ചെയ്തതും / R1 + R2. അവിടെ എന്ത് വരും, R1 + R2 അതിൻ്റെ ടോട്ടലായിട്ടുള്ള റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് സെക്ഷൻ ഡീറ്റെയിൽസ് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, ഇപ്പോൾ ഇതിൽ I1 ഉം I2 ആയിട്ട് രണ്ട് സെക്ഷനിലും പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നു, ഇക്വേഷനായിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. I1ൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്, അതുപോലെ തന്നെ I2ൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ഈ ഇക്വേഷനാണ് നമുക്ക് എന്തുള്ളത് ആവശ്യം ഉള്ളത്. ഔട്ട്പുട്ട് സെക്ഷൻ എന്ന് പറയുമ്പോൾ വരുന്നത് എങ്ങനെയാണ്, VCC = അവിടെ IC-മായിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കൊണ്ട് VCC = IC/RC + IE/RE + VCE എന്ന് വരും. കളക്ടർ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ലോഡ് പ്ലസ് അതിൻ്റെ കൂടെ എമിറ്റർ കറണ്ട് ഇൻറ്റു എമിറ്ററിലെ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് വോൾട്ടേജ് CE കളക്ടർ എമിറ്ററിലേക്ക് ജംഗ്ഷനിലുള്ള വോൾട്ടേജ്, ആ ഡീറ്റെയിൽസ്. അപ്പോൾ VCC - IE/RE - VCE = എന്ത് വരും, IC/RC. അതായത് കളക്ടറിലുണ്ടാകുന്ന ഡ്രോപ്പാണ് IC/RC എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. VCC - IE/RE - VCE / RC. ഈ IC അവിടെ നിർത്തിയിട്ട് RC നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹോൾ / RC എന്ന് വരും. അപ്പോൾ ICയുടെ ഡീറ്റെയിൽസ് വരുന്നത് ഈ രീതിയിലാണ്. VCC - IE/RE - VCE ഹോൾ / RC. RC. അപ്പോൾ അതുകൊണ്ട് അതെന്താണ് വരുന്നത്, ICയുടെ ഡീറ്റെയിൽസാണത് വരുന്നത്. അപ്പോൾ ഈ അവസാനം പറഞ്ഞ ഇക്വേഷൻ മാത്രമായിട്ട് എന്ത് ചെയ്യുക, അതിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ബയാസിങ്ങിൽ പറയുമ്പോൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ ബയാസിങ് സർക്യൂട്ടുകൾ നമ്മൾ പറഞ്ഞ 4 ബയാസിങ് സർക്യൂട്ടുകളാണ് പറഞ്ഞത്.
ആ 4 ബയാസിങ് സർക്യൂട്ടുകളുടെയും സർക്യൂട്ടുകൾ വരച്ച് പഠിക്കണം. അതിൻ്റെ വർക്കിംഗ് രീതി, അതുപോലെ തന്നെ അതിലുള്ള കമ്പോണൻസിൻ്റെ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കാനുള്ളതാണ്.